എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബർഗറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ടേസ്റ്റി ക്രിസ്പി പാറ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ബർഗർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ പാറ്റി ഉണ്ടാക്കിയെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ബോൺലെസ് ചിക്കൻ കുറച്ച് വേണം. അപ്പോൾ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ വേഗം നമുക്ക് അരച്ച് കിട്ടുകയും ചെയ്യും. എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അരക്കണേ. നമ്മൾ സെപ്പറേറ്റ് അരക്കണമെങ്കിൽ ആദ്യം ചിക്കനും കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. പിന്നെ ഞാനിതിലെല്ലാം കൂടെ ഇടുകയാണ് കേട്ടോ. ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ ഇതിൽ ചേർക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ആദ്യം ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ഒതുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് കുരുമുളകും ചേർക്കുന്നുണ്ടല്ലോ. 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഞാൻ കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടില്ല. നമ്മളെല്ലാം കൂടെ അരക്കുന്നതല്ലേ, അപ്പോൾ അരയാതെ കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം അരച്ചെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കണം. ഇതൊരു 4-5 ബർഗറിനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യമുള്ളത് എടുക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഒരു 3 ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് പാറ്റി പ്രസ്സിൽ വെച്ചിട്ട് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച കൂട്ട് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ പാറ്റി റെഡിയായി വരും കേട്ടോ. ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. ഇനി പാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആ പ്രസ്സിൽ നിന്ന് പാറ്റി എടുത്ത് മാറ്റാം. എന്നിട്ട് ആ മുകളിലുള്ള ബട്ടർ പേപ്പറില്ലേ അതും എടുത്ത് മാറ്റാം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ വന്നില്ല. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. 3 ഇടാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഈ 2 ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സെപ്പറേറ്റ് എടുക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി പാറ്റിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബർഗർ മയോണൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഇത് മറിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നിങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റിയിട്ട് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബർഗർ ഉണ്ടാക്കാനുള്ള ബണ്ണൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ ബട്ടറിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്നിങ്ങനെ മുരിയിച്ചെടുക്കാം. 2 ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ എല്ലാ ഭാഗത്തും അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലെറ്റസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെ സവാള വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ആക്കിയതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ നല്ല ചൂടോടെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഒന്ന് കഴിക്കേണ്ട ആ സമയത്ത് മാത്രം എല്ലാം സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ബണ്ണ് വെക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സോസൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബർഗർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 3 ബർഗറും കൂടെ എനിക്ക് ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നുണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും അത് ഇവിടെ കഴിച്ച് അപ്പോൾ 2 കിട്ടിയുള്ളൂ. അപ്പോൾ നല്ല റെസിപ്പിയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.